അഭിനേത്രിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണി വിവാഹത്തോടെ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുകയായിരുന്നു. അവസരം ലഭിച്ചാൽ തിരികെ വരുമെന്ന് പറയാറുണ്ടെങ്കിലും ഇതുവരെയായി അത് സംഭവിച്ചിട്ടില്ല. ഡാൻസ് സ്കൂളുകളുമായി സജീവമാണ് നടി. ഇടയ്ക്ക് നൃത്ത പരിപാടികളുമായി കേരളത്തിലേക്ക് എത്താറുണ്ട് അവർ. കലാഭവൻ മണിയുടെ നായികയാവാൻ വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ദിവ്യയ്ക്ക്. ഇതേക്കുറിച്ച് പറഞ്ഞുള്ള ഒരു അഭിമുഖം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. മണിച്ചേട്ടൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു ദിവ്യ ഉണ്ണിയുടെ മറുപടി. മണിച്ചേട്ടന്റെ കൂടെ കല്യാണ സൗഗന്ധികം ആദ്യത്തെ മൂവിയാണെന്നേയുള്ളൂ. അതിനുശേഷം ഞാൻ ചെയ്ത 40ഓളം മൂവീസില് കുറച്ച് സിനിമകളിലെ ചേട്ടൻ ഇല്ലാതെയുള്ളൂ. സൂര്യപുത്രൻ, ആകാശഗംഗ, കഥാനായകൻ, മറവത്തൂർ കനവ്, ഇങ്ങനെ ലിസ്റ്റിട്ടാൽ എല്ലാത്തിലുമുണ്ട്. എല്ലാത്തിലും കോമ്പിനേഷൻസുമുണ്ട്. മനസ്സുകൊണ്ട് അങ്ങനെയൊരു വിഷമവും അകൽച്ചയും ഉള്ളവർക്ക് എങ്ങനെ ഒന്നിച്ചു വർക്ക് ചെയ്യാൻ കഴിയും? ഡയറക്ടേഴ്സ് വിചാരിച്ചാലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെ പറ്റും? ഞാൻ അങ്ങനെ എന്റെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യുകയല്ല, ഇപ്പോൾ എന്നോട് ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ് എന്നുമായിരുന്നു ദിവ്യ ഉണ്ണി പറഞ്ഞത്. ഇവർക്ക് അന്ന് പ്രായം വളരെ കുറവായിരുന്നു. പക്വതയില്ലാത്ത പ്രായം എന്ന് കേട്ടിട്ടുണ്ട് എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. നമ്മളാണെങ്കിലും ആ പ്രായത്തിൽ അങ്ങനെ തന്നെ ചെയ്തു പോവും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേക്കുറിച്ച് പറഞ്ഞ് ഇവരെ ട്രോളുന്നവരുണ്ട്. എന്തു പറയാനാണ്? തിരിച്ചറിവുണ്ടായപ്പോൾ റിഗ്രറ്റ്സ് അറിയിക്കാമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും മണി അതേ വിഷയത്തെക്കുറിച്ച് പല വേദികളിലും പറഞ്ഞു കേട്ടിരുന്നു. അതിനർത്ഥം ആ സംഭവം അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. 15 വയസ്സിൽ അധികം എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരു നായകനൊപ്പം അഭിനയിക്കില്ലെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. 15 വയസ്സിൽ ഈ നാട്ടിലുള്ളവരെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയാണോ ജീവിച്ചിരുന്നതെന്നായിരുന്നു ഒരാൾ പ്രതികരിച്ചത്. ആരുടെ കൂടെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. KPSC ലളിതയും തിലകനും 5 വർഷം മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ആ സമയത്തും അവർ ഒന്നിച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് സ്ഫടികം പോലെയുള്ള സിനിമകൾ ചെയ്തെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. നിരവധി പേരാണ് വീഡിയോയുടെ താഴെയായി അഭിപ്രായങ്ങൾ അറിയിച്ചത്.